ഹലോ, അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ഇടുകയുണ്ടായി. അതായത് ഞങ്ങൾ കഴിക്കുന്ന വെള്ളയപ്പത്തിന്റെ ഒരു വീഡിയോ ഇട്ടു. അപ്പൊ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ നേരത്തെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ആ വീഡിയോ കണ്ടപ്പോഴത്തേനും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കണ്ടിട്ട് കുറച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചോദിച്ചായിരുന്നു ഇതിന്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വേറെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതായത് നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ ചാനലിൽ ഇട്ടേക്കണ വെള്ളയപ്പത്തിനേക്കാളും കുറെ കൂടി സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ കടയിൽ നിന്ന് പോലും നമുക്ക് അത്ര സോഫ്റ്റ് വെള്ളയപ്പം കിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളയപ്പം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ അതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പൊ മൈ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് നമ്മൾ പൊടി എടുത്തിരിക്കുന്നത്. എടുത്തേക്കുന്ന പൊടി എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ പത്തിരി ഇടിയപ്പം ഉണ്ടാക്കുന്ന പൊടിയില്ലേ, ആ പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ പൊടി എടുത്തിട്ടുണ്ട്. ഈ 1 കിലോ പൊടി കൊണ്ടിട്ടാണ് നമ്മൾ വെള്ളയപ്പം തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, ഇച്ചിരി സ്പീഡായിട്ട് സംഭവം സെറ്റാക്കി പോകാനുള്ള പരിപാടിയാണ്. 1 കിലോ പൊടി. ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണണം, സ്കിപ്പ് ചെയ്തത് എന്താ ഞാൻ പറയുന്നതെന്നൊന്നും മനസ്സിലാവൂല. പിന്നെ ഇത്ര സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഞാനൊരു വേറൊരു ടിപ്പ് പറയുന്നുണ്ട്. അത് വീഡിയോന്റെ ലാസ്റ്റേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോന്റെ ലാസ്റ്റോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ആയിരിക്കും ഞാനത് സംസാരിക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ. അപ്പൊ അതിനായി ആദ്യം ഈ പാക്കറ്റ് അരിപ്പൊടി നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഇടാം. പൊടി ഇടിയപ്പത്തിന്റെ അല്ലെങ്കിൽ പത്തിരിയുടെ പൊടിയായിരിക്കണം എന്ന് മാത്രം. ഞാൻ എടുത്തിരിക്കുന്ന ഈ കമ്പനി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇടിയപ്പം അല്ലെങ്കിൽ പത്തിരി. ഓക്കെ. അപ്പോൾ പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം കൊണ്ടിടാം. തണുത്ത വെള്ളം വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം അല്ല നമ്മൾ ഉദ്ദേശിച്ചത്, നോർമൽ വാട്ടർ ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് ഇതൊന്ന് നൈസായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ അളവ് ഞാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പൊടിക്കും ഓരോ ഇതായിരിക്കും. ചിലപ്പോൾ ചില പൊടിക്ക് പുട്ടുപൊടിയൊക്കെ ആണല്ലോ, ചില പൊടിക്ക് ഒരുപാട് വെള്ളം വേണ്ടി വരും, ചിലപ്പോൾ വെള്ളം കുറവ് മതിയാവും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു പാത്രം വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറേശ്ശെ മിക്സ് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം എന്തോരം വെള്ളം വേണമെന്നുള്ളത് ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതിന്റെ ഒരു പരിവം ഉണ്ടല്ലോ അതിന്റെ, അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എന്തോരം വെള്ളം വേണമെന്നുള്ളത്. അപ്പൊ ഒരുപാട് കൊണ്ട് വെള്ളം ഒഴിച്ച് കളയരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നീണ്ടങ്ങ് പോകും. അത്രയും വേണ്ട, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഞാനിപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഒരു 1/4 കപ്പ് നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മറ്റേ തണുത്ത വെള്ളം കൂടാതെ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിലേക്ക് ഇതേപോലെ ഒരു സ്പൂണിൽ പഞ്ചസാര ഇടുന്നുണ്ട്. ഒരു 1/2 സ്പൂണോളം ഈസ്റ്റ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാരയും ചൂടുവെള്ളത്തിലേയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം ഈ ഒരു പരുവത്തിലേക്ക് വേണം കിട്ടാണ്ട്, കണ്ട ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇത്രയുള്ളൊരു ബൗളിൽ ചോറ് എടുത്തിട്ടുണ്ട്. ഈ ചോറും നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ആ ജാറിൽ കൊള്ളാവുന്ന ഒരു പാകം ഉണ്ടാവുമല്ലോ. ഇത് കുറച്ച് ഇതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചോറും കൂട്ടി നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക. ഓക്കെ, അടിച്ചെടുത്തിട്ട് വരാം ഇനി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ അപ്പത്തിന്റെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചോറും കൂടി അടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലേക്ക് കിട്ടും. നമുക്ക് നേരത്തെ കാണിച്ചപ്പോൾ ഇച്ചിരി ലൂസാറും തന്നെ കാണിച്ചിട്ട് ചോറിട്ട് അടിക്കുമ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ശരിക്ക് പറ്റുമെങ്കിൽ കൈയിട്ടൊന്ന് മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരേ സൈഡിലേക്ക് തന്നെ തിരിച്ചും മറിച്ചും ഒന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സിങ് ഇച്ചിരി പ്രാധാന്യമാണ്. കൈയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ കൈയിട്ട് എടുക്കുക. ഞാൻ കൈയിട്ട് കാണിക്കാൻ വേറെ ഒന്നല്ല. നിങ്ങൾക്ക് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഓർത്തിട്ട് കൈയിട്ട് കാണിക്കാഞ്ഞത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മാക്സിമം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, 2 മണിക്കൂറൊന്നും വെക്കേണ്ടി വരില്ല. നല്ലൊരു ക്ലൈമറ്റ് ആണെങ്കിൽ 1 മണിക്കൂർ വേണ്ടി വരില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് റെഡിയാക്കി പൊങ്ങി വരും ഇത്. അപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേണ്. വെച്ചിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ വെള്ളയപ്പത്തിന്റെ മാവ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവുന്നല്ലോ. എന്താ പാവം നോക്കട്ടെ. കണ്ട, നോക്കിയേ, 1 മണിക്കൂർ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി ഞാൻ കാണിച്ചു തരാം. കണ്ട, നോക്കിയേ, കണ്ട, കാണാൻ പറ്റണ്ട എനിക്ക്.
ഒന്ന് സൂം ചെയ്ത് കണ്ട ഈ ഒരു പരുവത്തിൽ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എടുത്ത് അപ്പം ഉണ്ടാക്കാൻ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതായത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ ഇത് മാവ് ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോ ഇന്ന് ചെയ്യായില്ല, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ മതി എന്ന് വെച്ചു. ഇന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ട് ബാക്കി മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നേരെ, അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് താഴത്തെ തട്ടില്ലേ, ചെറിയൊരു തണുപ്പ് കിട്ടുന്ന ഭാഗത്ത് അവിടെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വീഡിയോന്റെ ഇടയ്ക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ട് അത് പരീക്ഷിച്ചിട്ട് ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വേറെ ഒന്നല്ല, ഞാൻ എൻ്റെ വെള്ളയപ്പത്തിന് അത്രയും സോഫ്റ്റ്നെസ് കിട്ടിയത് ആ ഒരു സംഭവം കൂടി ചെയ്തിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇപ്പൊ ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കും. ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ട് പിന്നീട് ഒരു ചിലപ്പോൾ 1-2 മണിക്കൂറിന് ശേഷമേ ഞാൻ എടുക്കുകയുള്ളൂ. അതിനുശേഷം എടുക്കുമ്പോഴാണ് ആ അത്രയും സോഫ്റ്റ്നെസ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. അപ്പോ വെള്ളയപ്പത്തിന്റെ മാവ് പൊങ്ങിയ കാര്യം ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. ഞാൻ നേരെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്ന് വെച്ച് കഴിഞ്ഞാല് പാത്രം മാറിയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ മാവ് പൊങ്ങിയത് കാണിച്ചത് കലത്തിലാണ് കാണിച്ചത്. നമ്മൾ മിക്സ് ചെയ്ത് പൊങ്ങാൻ വേണ്ടി വെച്ചത് വേറെ വലിയ പാത്രത്തിലാണ്. വെച്ചാൽ വേറെ ഒന്നല്ല, ആ പാത്രത്തിൽ സ്പേസ് ഇല്ല. ഞാൻ പൊങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും പുറത്തേക്ക് ഒഴുകി പോയിക്കൊണ്ടിരിക്കണായിരുന്നു. അതുകൊണ്ട് നേരെ എടുത്തിട്ട് എന്ത് ചെയ്തു, കലത്തിലേക്ക് മാറ്റി. കലത്തിലാകുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ളത് കാരണം അത്രയും അതിൽ കാണുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം കണ്ടതേ ഈ താഴത്തെ തട്ടിലായിരിക്കണം വെക്കേണ്ടത്. കണ്ട, അപ്പൊ ആദ്യം ആ ഒരു തണുപ്പ് അത്ര ഉണ്ടാവില്ല. അത് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ആ കയ്യിലൊന്നും ഞാൻ മാറ്റിയിട്ടുണ്ടായില്ല, ഉപ്പിട്ടിട്ടില്ല, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വെള്ളയപ്പം ഉണ്ടാക്കിയ നല്ല സോഫ്റ്റ് പഞ്ഞു പോലത്തെ വെള്ളയപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ പ്രാവശ്യം നിങ്ങൾ ചെയ്യണമെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ കടയിൽ നിന്ന് വെള്ളയപ്പം വാങ്ങിക്കില്ല, ഞാൻ ഗ്യാരണ്ടി. അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ സാധനം ഇടണേ. ഇപ്പൊ ചെയ്യുന്നത് ടീനയാണ്. അപ്പൊ ടീനക്ക് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്യണം. കണ്ട, അടിപൊളി അടിപൊളി. കഴിക്കണ ആൾക്കാർ ആഹാ പറയണം അല്ലേ? വേണ്ട, ഒഴിച്ചപ്പോ തന്നെ നിറയെ ഓട്ടോ വന്നേക്കണം. നോക്കിയേ, കണ്ട, വിളവിളാന്ന് പറഞ്ഞ് ഓട്ടോ വന്നിരിക്കണം. നല്ലപോലെ ആ ഒരു ഹോൾസ് ഒക്കെ ഒന്ന് റെഡി ചെയ്യുമ്പോഴത്തേക്കും ഒരു പാത്രം കൊണ്ട് നൈസായിട്ടൊന്ന് മൂടി വെക്കുക. കണ്ട, ഒരു കയ്യിലിന്റെ ആവശ്യമില്ല, വെറുതെ ചുമ്മാ വെറുതെ മുട്ടത്തോട് വിളിച്ചെടുക്കുന്ന പോലെ കൈ പൊള്ളുന്നതുകൊണ്ട് മാത്രമാണ് കയ്യിലെടുത്തിരിക്കുന്നത്. നോക്കിയേ, കണ്ട, മുട്ടത്തോട് വിളിച്ചെടുക്കും. അതെ അതെ, പറ്റിക്കണല്ല, ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഇട്ടാ ചട്ടിടാതൊന്നും ചട്ടി പോലും അറിയില്ല പോകുന്നത്. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ അപ്പം റെഡി ആക്കിയിട്ടേക്കണത്. പിന്നെ ഞാൻ ഈ വീഡിയോന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഹോൾസ് വരുമ്പോൾ മൂടി വെക്കണ കാര്യവും തീ കുറച്ച് വെക്കണ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ പിന്നെയും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ആൾക്കാർക്ക് അത് പറഞ്ഞില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകണ്ടില്ല എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞാണേ. അപ്പോ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ചൂടാറിക്കഴിഞ്ഞാണ്. ഇപ്പൊ കൈ പൊള്ളണ കാരണം ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റട്ടെ. അപ്പൊ ഗൈസ്, നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോ എന്റെ കൂടെ അസിസ്റ്റന്റ് ഷെഫ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരെയാണ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ വാഴ നമുക്ക് തുറക്കാം. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്നത് വാഴയിലാണ് സെറ്റ് ചെയ്തേക്കണം. പ്ലേറ്റ് ഒക്കെ മാറ്റി വാഴയിലാക്കി. അപ്പോൾ ഞങ്ങൾ ചെയ്തേക്കണ 2 ടൈപ്പ് അപ്പം ചെയ്തിട്ടുണ്ട്. ഒന്ന് വെള്ളയപ്പത്തിന്റെ ചട്ടിൽ ചെയ്ത വെള്ളയപ്പവും മറ്റേ സാധാരണ പാനില്ലേ അതിൽ ചെയ്തേക്കണം. ഇത് ചെയ്ത വേറെ ഒന്നുമല്ല, പണി പെട്ടെന്ന് തീർന്ന് ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തത്. അപ്പോ നോക്കൂ, സോഫ്റ്റ് ഓക്കെ, കണ്ട കണ്ട വളവളാന്നും പറഞ്ഞ് ആടുന്ന അപ്പമാണ് രണ്ടും. നോക്കി കണ്ട, ഇതേപോലത്തെ അപ്പം നമുക്ക് കടയിലൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ അപ്പം വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അടിച്ചു പൊട്ടി ചെയ്യും. അപ്പോ കണ്ടോ, സോഫ്റ്റ് സോഫ്റ്റ് അപ്പം. വാവ്, അതെ, കരന്ന് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വീശാൻ കൊടുക്കാം. അമ്മാതിരി സോഫ്റ്റാ.
കണ്ട. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തരും.